بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين أما بعد. പ്രിയ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അല്ലാഹുവിൻ്റെയും ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കുകയും അതിലൂടെ സ്വർഗം പ്രാപിക്കുകയും ചെയ്യുന്ന വിജയികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് ഹ്രസ്വമായ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെയും ഹബീബായ പ്രവാചകൻ്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അവർ നിരോധിച്ച കാര്യങ്ങൾ വർജിക്കണം. അതിലൂടെ സ്വർഗം കരസ്ഥമാക്കണം. നരകത്തിൽ ആപതിക്കരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്ക്, ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും അതിലെ അനുഗ്രഹങ്ങളും തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെയും മനസ്സിലാക്കി തരുന്നുണ്ട്. സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠതയും അതിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം പരിശുദ്ധമായ ഖുർആനും ഹദീസുകൾ വിവരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വർഗത്തിൻ്റെ സവിശേഷതകൾ. സ്വർഗവാസികൾ യുവത്വത്തിൻ്റെ ഉടമകളായിരിക്കും. അവർക്ക് ഈ താടിയും മീശയുമൊക്കെ മുളക്കാറായ കുട്ടികൾ അമ്രത് എന്ന് പറയാറുണ്ട്. അതുപോലെ ഉള്ള താടി രോമങ്ങൾ, മീശയൊന്നും ഇല്ലാത്ത വിധത്തിലുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ തലയിലും അതുപോലെ തന്നെ രണ്ട് പുരികങ്ങളിലും ഇമകൾ, കൺപോളകളുടെ അഗ്രഭാഗത്ത് കാണുന്ന ആ ഇമകളും അല്ലാതെ മറ്റൊരു രോമവും, ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തും രോമങ്ങൾ ഉണ്ടാവുകയില്ല. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. തലയിൽ രോമമുണ്ടായിരിക്കും, അതുപോലെ തന്നെ രണ്ട് പുരികങ്ങളിൽ, അതുപോലെ ഇമകളിൽ രോമമുണ്ടായിരിക്കും. മറ്റു രോമങ്ങളൊന്നും ഉണ്ടാകില്ല. ആ സ്വർഗവാസികളുടെ ശരീരത്തിൻ്റെ വലിപ്പം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വലിപ്പമാണ്. അഥവാ സിത്തൂന ദിറാഅൻ, 60 മുഴമായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടത് 33-ാമത്തെ വയസ്സിലാണ്. അതേ പ്രായമായിരിക്കും നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് 33 വയസ്സാണ്. വെളുത്തവരായിരിക്കും. ഇങ്ങനെ അവരുടേതായ 10 വിരലുകളും മോതിരങ്ങളുണ്ടായിരിക്കും. ആ മോതിരങ്ങളിൽ എഴുതപ്പെട്ട വാക്കുകൾ കാണാം. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ മോതിരത്തിൽ സലാമുൻ അലൈക്കും ബിമാ സബർതു, നിങ്ങൾ ക്ഷമിച്ചത് കാരണമായിട്ട് നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം, രക്ഷയുണ്ടാവട്ടെ. 2 ഉദ്ഖുലൂഹാ ബി സലാമിൻ ആമിനീൻ, നിർഭയരായി സുരക്ഷിതരായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമുഹാ ബിമാ കുന്തും തഅമലൂൻ,
നിങ്ങൾ അമൽ ചെയ്ത കാരണമായിട്ട് നിങ്ങൾക്ക് സ്വർഗം അനന്തരമായി ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നാലാമത്തിൽ റുഫിഅത്ത് അൻകുമുൽ അഹ്സാനു വൽ ഹുമൂമു, ദുഃഖങ്ങളും മനോവേദനകളുമെല്ലാം നിങ്ങളിൽ നിന്നും ഉയർത്തപ്പെട്ടിരിക്കുന്നു, നീക്കപ്പെട്ടിരിക്കുന്നു. നാലാമത്തിൽ അൽബസ്നാക്കുമുൽ ഹലിയ വൽ ഹുലല, ആഭരണങ്ങളും വസ്ത്രങ്ങളും നിങ്ങളെ നാം ധരിപ്പിക്കുന്നതാണ്. ആറാമത്തിൽ സവ്വജിനാക്കുമുൽ ഹൂറൽ ഐൻ, ഹൂറുൽ ഐങ്ങളായ സ്ത്രീകളെ നിങ്ങൾക്ക് നാം വിവാഹം ചെയ്ത് ഇണകളാക്കി തരുന്നു. ഇവിടെ ഹൂറുൽ ഐങ്ങളായ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ പുരുഷന്മാർക്ക് ഹൂറുലിങ്ങളെ ലഭിക്കുന്നു, സ്ത്രീകൾക്ക് ഹൂറുലിങ്ങളെ ലഭിക്കുന്നില്ല, സ്ത്രീകൾക്ക് അതുപോലുള്ളൊരു ഭാഗ്യം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ഭൗതികമായ ലോകത്തുള്ള സ്ത്രീകൾ, ദുന്യവിയായ ലോകത്ത് ജീവിച്ച സ്ത്രീകൾ, അവരിൽ ചിലർക്ക് ഹൂറുൽ ശ്രേഷ്ഠതയുണ്ടാകും എല്ലാവിധത്തിലും. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അക്കാര്യം. ഹദീസിൽ കാണാം, ദുന്യാവിലെ സ്ത്രീകൾ അവര് യഫ്ളുൽന അലൽ ഹൂറുൽ ഐൻ, ഹൂറുലിങ്ങളെക്കാളും ശ്രേഷ്ഠത ഉള്ളവരായിത്തീരും. എന്താണ് എന്താ കാരണം? ബി അഅമാലിഹിന്ന ഫി ദുന്യ, ദുന്യാവിലെ അവരുടെ കർമ്മങ്ങൾ കാരണമായിട്ട്, സൽക്കർമ്മങ്ങൾ ദുന്യാവിൽ പ്രവർത്തിക്കുന്നത് കാരണമായിട്ട് അവർക്ക് ഹൂറുൽ ഐങ്ങളെക്കാളും ശ്രേഷ്ഠതയാണ്, എല്ലാവിധത്തിലും മഹത്വമാണ്. ഹൂറുൽ ഐങ്ങളെ പുരുഷന്മാർക്ക് കൊടുത്തു എന്ന രീതിയിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഭാര്യയും ഭർത്താവും സ്വർഗത്തിന് അവകാശികളാണെങ്കിൽ രണ്ടുപേരെയും അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഭർത്താവ് സ്വർഗത്തിന് അവകാശിയല്ല എങ്കിൽ സ്ത്രീകൾക്ക് പാരിത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തെ മറ്റ് പുരുഷന്മാരെ അല്ലാഹു തആല ഭാര്യയാക്കി കൊടുക്കും. ഭാര്യ സ്വർഗത്തിന് അവകാശിയല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ഇണകളെ നൽകും. രണ്ടുപേരും സ്വർഗത്തിന് അവകാശികളാണെങ്കിൽ രണ്ടുപേർക്കും സ്വർഗത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയാം. അപ്പോൾ ഏഴാമത്തെ മോതിരത്തിൽ വലക്കും ഫീഹ മാ തസ്തഹിൽ അൻഫുസു വതലദുൽ അയുനു വഅൻതും ഫീഹ ഖാലിദുൻ എന്നാണ് രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സുകൾ, ശരീരങ്ങൾ ആഗ്രഹിക്കുന്നത്, കണ്ണുകൾക്ക് ആനന്ദകരമായത് എല്ലാം അവിടെ നിങ്ങൾക്ക് ലഭിക്കപ്പെടും. നിങ്ങൾ ആ സ്വർഗത്തിൽ സാക്ഷരരാൻ. ഇതാണ് ഈ വചനം. എട്ടാമത്തിൽ റാഫഖത്തുമുൻ നബിയ്യീന വസിദ്ദീഖീൻ, നിങ്ങൾ പ്രവാചകന്മാരെയും സിദ്ദീഖീങ്ങളെയും സ്വർഗത്തിൽ റഫീഖാക്കിയിരിക്കുന്നു, സഹകൂട്ടുകാർ, സ്നേഹിതരാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹം എട്ടാമത്തെ മോതിരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഒൻപതാമത് മോതിര ചെറുത്തും നിങ്ങൾ ആയി, യുവാക്കൾ, യുവതിയുവാക്കളായി. അപ്പോൾ അവിടെ യുവതിയുവാക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഹറമ് വാർദ്ധക്യം പിടിപെടൂല, അവിടെ വാർദ്ധക്യമില്ല. ഇതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെറുത്തും. പത്താമത്തെ സക്കന്തും ഫി ജിവാരിമല്ല യോതിൽ ജീറാന, അയൽവാസികളെ ഉപദ്രവിക്കാത്തവരുടെ സഹവാസത്തിൽ നിങ്ങളെ താമസിപ്പിച്ചിരിക്കുന്നു. മഹത്വക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ഹദീസ് സുദീർഘമായ ഹദീസാണ്, അതിൻ്റെ അല്പഭാഗമാണ് പറഞ്ഞത്. സ്വർഗത്തിൻ്റെ സവിശേഷതകൾ ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ഖുർആനും വിശദീകരിക്കുന്നുണ്ട്. മഹത്വക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ആദരവുകൾ, സ്വർഗത്തിലെ ഈ സ്ഥാനമാനങ്ങൾ, ഈ സവിശേഷതകൾ കരസ്ഥമാക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ 5 കാര്യങ്ങൾ പതിവാക്കണം. അത് നിർബന്ധമാണ്. അത് നിർബന്ധമായും പാലിക്കണം. 1, എല്ലാ പാപങ്ങളിൽ നിന്നും ശരീരത്തെ തടയണം, എല്ലാ പാപങ്ങളിൽ നിന്നും. അല്ലാഹു തആല എന്താ പറഞ്ഞത്? വഅമ്മാമൻ തഗാ വാസറൽ ഹയാത്ത് ദുനിയ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ. വഴികേടിൽ ജീവിച്ചു, ഭൗതിക ജീവിതത്തെ തിരഞ്ഞെടുത്തു, എന്നാൽ അവരുടെ അഭയസ്ഥാനം ജഹീം എന്ന നരകമാണ്. നേരെ മറിച്ച് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയന്നുകൊണ്ട്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ, ശരീരത്തെ തടഞ്ഞു, അനിൽ ഹവ, ദേഹേച്ഛയ്ക്ക് തൊട്ട് തടഞ്ഞു, ദേഹേച്ഛയ്ക്ക് വിധേയനായില്ല, ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടില്ല. അങ്ങനെ ജീവിച്ചവർ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അവരുടെ അഭയസ്ഥാനം സ്വർഗമാണ്. അപ്പോൾ
ശരീരത്തെ പാപങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നരകമായിരിക്കും അഭയസ്ഥാനം. 2, ദുന്യാവിൽ നിന്നും കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടണം. ദുന്യാവിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. ഹറാമായ രീതിയിലെല്ലാം വാരിക്കൂട്ടണമെന്ന ആഗ്രഹം പാടില്ല, അപ്പോൾ നമുക്ക് സ്വർഗം കിട്ടൂല. 3, സൽക്കർമ്മങ്ങളുടെ മേൽ അത്യാഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ സൽക്രമവുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ അത്യാഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ സൽക്രമം തക്കൂനു സബബല്ലിൽ മഗ്ഫിറത്തി വ വുജൂബിൽ ജന്ന, പാപമോചനത്തിനും സ്വർഗം നിർബന്ധമാകാനും കാരണമായി തീരും. അപ്പോൾ സൽക്കർമ്മങ്ങളുടെ മേൽ അത്യാഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാ സൽക്രമവുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ ഈ സൽക്രമങ്ങൾ പാപമോചനത്തിനും സ്വർഗം നിർബന്ധമാകാനും കാരണമായി തീരും. അല്ലാഹു തആല പറഞ്ഞു, വതൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമുഹാ ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളുടെ അമൽ കാരണമായിട്ട് സ്വർഗം നിങ്ങൾക്ക് അനന്തരമായി ലഭിക്കപ്പെടും. മറ്റൊരു റിപ്പോർട്ടിൽ ജസാഅൻ ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്യുന്ന അമൽ കാരണമായിട്ട് അവർക്ക് പ്രതിഫലമായിട്ട് നൽകപ്പെടും. അപ്പോൾ സൽക്രമങ്ങളിൽ പരിശ്രമിക്കൽ കൊണ്ട് എല്ലാം കരസ്ഥമാക്കാൻ കഴിയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ. 4, സജ്ജനങ്ങളും നല്ല ആൾക്കാരുമായിട്ടുമൊക്കെ നല്ല ആൾക്കാരെയും എല്ലാം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, അവരുമായി സഹവസിക്കണം, അവരുടെ ഒപ്പം ഇരിക്കണം, അവരുടെ സഹസ്യകളിൽ ഇരിക്കണം, അവരുമായിട്ട് ഇടകലർന്ന് അവരുമായി സഹവസിച്ച് ജീവിക്കണം. കാരണം എന്താ? അവരിൽ ഒരാൾ, ഈ സജ്ജനങ്ങൾ നല്ല ആൾക്കാർ, അവരിൽ ഒരാൾക്ക് പാപം പൊറുക്കപ്പെട്ടാൽ ആ ഒരാൾ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ഷഫാഅത്തിന് അള്ളാഹു അധികാരം കൊടുത്തും റെക്കമെൻഡ് ചെയ്യാൻ, നരകത്തിൽ നിന്ന് ആൾക്കാരെ മോചിപ്പിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുമെന്ന് തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയുന്നു. മഹാനീയ പ്രവാചകന്റെ ഷഫാഅത്ത് ഷഫാഅത്തുൽ ഉലമ, ഷഫാഅത്തുൽ കുബ്ര, വലിയ ഷഫാഅത്താണ്. ആ ഷഫാഅത്തല്ല, മുഅ്മിനീങ്ങൾക്ക് വരെ ഷഫാഅത്തിന് അർഹത കൊടുക്കും അല്ലാഹു തആല. അപ്പോൾ നമ്മൾ സജ്ജനങ്ങളുമായി സഹവസിച്ചാൽ അവർക്ക് അല്ലാഹു പാപം പുറത്തു കൊടുക്കപ്പെടുമ്പോൾ അവർ നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. മഹാനീയ പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയും, മക്കത്തുൽ ഇഖ്വാന ഫൈന ലികുല്ലി അഖിൻ ഷഫാഅത്ത് യൗമൽ ഖിയാമ, നിങ്ങൾ സഹോദരങ്ങളെ അധികരിപ്പിക്കണം, സഹോദരങ്ങൾ ഉണ്ടാക്കണം, സഹോദരങ്ങളുമായിട്ട് അടുപ്പത്തിലാകണം. കാരണം എല്ലാ സഹോദരനും ഖിയാമത്ത് നാളിൽ ഷഫാഅത്തുണ്ട്, റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കും. അതുപോലെ ദുആ, പ്രാർത്ഥന അധികരിപ്പിക്കണം, അള്ളാഹുവിനോട് സ്വർഗം തരാൻ ചോദിക്കണം, അന്ത്യം നന്നാകാൻ, നമ്മുടെ ഹാത്തിമത്ത് ഖൈറാകാൻ, നമ്മുടെ അന്ത്യം നന്നാകാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. അപ്പോൾ സ്വർഗം, അതിൻ്റെ ആ അനുഗ്രഹങ്ങൾ അത് കരസ്ഥമാക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ സൂക്ഷിക്കണം. സ്വർഗം വെറുതെ കിട്ടൂല, അധ്വാനിക്കണം. മഹാനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരവസരത്തിൽ ടോയ്ലറ്റിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചു. അത് വേറെ ആളുടെ ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റ് കടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതിൻ്റെ ഉടമ കൂട്ടാക്കിയില്ല, വിസമ്മതിച്ചു. അയാൾ പറഞ്ഞു, കൂലി തന്നിട്ട് കയറിയാൽ മതിയെന്ന്. പല സ്ഥലങ്ങളിലും പൈസ കൊടുത്ത്, കാശ് കൊടുത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സാഹചര്യം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പൈസ തന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ, പടച്ചോനെ, ലാ യുനല്ലി അൻ അദ്ഖുല ബൈത ശയാത്തീൻ, ശൈത്താനിൻ്റെ വീട്ടിൽ, ശൈത്താൻ്റെ വീടുകളാണല്ലോ ടോയ്ലറ്റുകളൊക്കെ. അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. അപ്പോൾ അദ്ദേഹം പടച്ചോനെ, ശൈത്താനിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് എനിക്ക് അനുവാദം കിട്ടിയില്ല, വെറുതെ പ്രവേശിക്കാൻ എനിക്ക് അനുവാദം കിട്ടിയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞുകൊണ്ട് കരയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഫകൈഫലി ബിദ്ദുഖൂലി ബൈത്തൻ നബിയ്യിന വസിദ്ദീഖിന മജ്ജാനൻ, പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സിദ്ദീഖുകളുടെയും ഭവനമാകുന്ന സ്വർഗത്തിൽ എനിക്ക് വെറുതെ കിടക്കാൻ കഴിയുക? മഹാനവറുകൾ ചോദിച്ചതാണ്, അള്ളാഹുവിനോട് പറഞ്ഞതാണ്. ശൈത്താനിൻ്റെ ഭവനത്തിൽ വെറുതെ പ്രവേശിക്കാൻ എനിക്ക് അനുവാദം കിട്ടിയില്ല, പിന്നെ എങ്ങനെ ഞാൻ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ഭവനമാകുന്ന സ്വർഗത്തിൽ എനിക്ക് വെറുതെ കിടക്കാൻ കഴിയും? വെറുതെ കിടക്കാൻ സാധിക്കൂല. കർമ്മങ്ങൾ അനുഷ്ഠിച്ചെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ആ സ്വർഗം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലോ ഈ സ്വർഗവും നരകവും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. മഹാനായ
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൻ യസ്അലുല്ലാഹ തആലൽ ജന്നത സലാസ മററാത്തിൻ, അല്ലാഹു തആലയോട് 3 പ്രാവശ്യം ആരെങ്കിലും സ്വർഗം ചോദിച്ചാൽ, ഖാലത്തുൽ ജന്ന, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഇവളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. 3 പ്രാവശ്യം അള്ളാഹിനോട് സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹിനോട് പറയും, പടച്ചോനെ ഇവളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വമനിസ്തജാറ മിനന്നാരി സലാസ മറ, നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ എന്ന് 3 പ്രാവശ്യം ഒരാൾ കാവൽ തേടിയാൽ നരകവും പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവളെ നീ കാത്തുരക്ഷിക്കണേ. നരകം നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനും അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യണം. ദുആ ചെയ്താൽ മാത്രം പോരാ, ആ നരകത്തിൽ ആപതിക്കാതിരിക്കാൻ മോശമായ അമലുകളിൽ നിന്ന് അകന്നു നിൽക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ നല്ല അമലുകളിലേക്ക് മുന്നിടുകയും വേണം, നല്ല അമലുകൾ ചെയ്യുകയും വേണം. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം തരും, നരകത്തിൽ നിന്ന് മോചനം തരും. ഈ സ്വർഗവും നരകവും നമുക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യും. അള്ളാഹു തആല സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഈ പ്രാർത്ഥനകൾക്ക് വിധേയരാകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുന്യാവിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ പലരും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ്, ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരാണ്. അർഹമുർ റഹീമിനായ തമ്പുരാൻ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായി ശിഫാ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ അവൻ്റെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കുന്നവരിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.